നമുക്ക് പുറപ്പെടണ്ടേ? ആശാനെ കഴിയട്ടെ. എനിക്ക് ഇരുട്ട് പേടിയാകുന്നു. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ശബ്ദങ്ങളല്ല, നിന്റെ ഉള്ളിലെ ഭയമാണ് നീ കേൾക്കുന്നത്. ഇരുട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മറ. തൊക്കിനെ ഈ ഇരുട്ട് കൊണ്ട് സാധിച്ചു. ആശാനെ, ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. നമ്മളിവിടെ എങ്ങനെ മോഷ്ടിക്കും? അതിനാണ് ചോരശാസ്ത്രം. ഇത് മോഷ്ടിക്കുക. മകനെ, നമ്മൾ ഇതിന് ചെയ്യേണ്ടതാദ്യം തറയിലിരിക്കുക. ഇതിന് ശേഷമാണ് മോഷ്ടിക്കാൻ പോകുന്നത്. ആദ്യം ഇതിന്റെ തന്ത്രങ്ങൾ നമ്മൾ മെല്ലെ, ഇതിന് ശേഷം നമ്മൾ മോഷണത്തിലേക്ക്. അപ്പോ നമുക്ക് വല്ല പോയാലോ? വാ. തുടരുത്. അത് നീ എടുക്കാനായി. അതിനിയും നിരവധി സമയം. ഇത് തുറക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. മകനെ, നീ അതിനൊരു മുത്തം കൊടുത്തേ. ചോരശാസ്ത്രത്തിലെ നിയമങ്ങൾ നീ മറന്നു. ആർത്തി പാടി, അത്യാഗ്രഹവും പാടി. ആശാനെ, അങ്ങോട്ട് നോക്കും മാല. ഇതിനെത്ര വിലയുണ്ടാകും? പിന്നെ സ്വർണത്തിന് ഇപ്പൊ എത്ര വില? 1,00,000 റുപ്യ ഉണ്ടോ? സഫാജല്ലത് പെണ്ണുങ്ങൾ അറിയണ്ടല്ലേ? ആ മകനെ, ഇതറിയാൻ പറ്റില്ലത്. ആശാനെ, മാല. ഇതൊരു കവിയുടെ വീടാണല്ലോ. ഈ മുറിയിൽ മൊത്തത്തിലൊരു ഗന്ധം. ഇരുട്ടിന്റെ മറവിലേക്ക് വെല്ല പതിയെ പതിയെ പോ. ഇരുട്ടിന്റെ മറവിലേക്ക് പോ. പോ പോ. ആരോ വരുന്നുണ്ട്. ഇല്ല, ഇരുട്ടിന്റെ മറവിൽ നീ ഒരു ഭസ്മമായി കഴിഞ്ഞു. അത് പിടിക്കപ്പെടാതെ ജീവിക്കാനുള്ള ഒരു വിദ്യയാണ്. തെറ്റി മകനെ, തെറ്റി. ഒരിക്കലുമല്ല. നിന്റെ മനസാക്ഷിയെ പരീക്ഷിക്കുന്ന ഒന്നാണ്. ആശാനെ, ഞാൻ ആ മാല എടുത്തില്ല. പകരം ഞാൻ അവിടുത്തെ ഒരു പഴയ പുസ്തകം എടുത്തു.
അങ്ങനെയാണെങ്കിൽ നീ വിജയിച്ചിരിക്കുന്നു. ചോരശാസ്ത്രം എനിക്ക് മോശനം എന്ന വിദ്യ പഠിക്കുകയും കൂടെ അതിന്റെ കൂടെ ആ ശാസ്ത്രവും കൂടി ഒന്ന് പഠിച്ചാൽ ഓ ആശാന്റെ പോലെ ഒരു നല്ലൊരു കള്ളനാവാൻ പറ്റും. ഇപ്പോഴാണ് നിനക്ക് എന്റെ ആ വെളിച്ചം ഉള്ളിലേക്ക് വന്നത്. ഇപ്പോൾ നീ പരിപൂർണ കള്ളനായി മാറി. എന്റെ ശിക്ഷ തന്നെ ഹാ, ആശാനെ, നമുക്ക് ഈ ചോരശാസ്ത്രം കൊണ്ട് കുറെ വീടുകൾ മോഷ്ടിക്കാനുണ്ട്. അതാണ് മോനെ ഞാൻ പറഞ്ഞത്. മുത്തേ, ഇനിയും ഇതുപോലെ നിരവധി നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഹോ, നമ്മളുടെ ദിവസേന ഇനി ഒരു 10 വീടെങ്കിലും നമ്മൾ കയറിയ ആശാന്റെ മറ്റേ ആശാന്റെ ആ തന്ത്രമാണ് എനിക്ക് വേണ്ടത്. ആ സ്പന്ദനം നോക്കുന്ന അതൊന്ന് കാണിച്ചേ. സ്പന്ദനം സ്പന്ദനം ശ്രദ്ധിച്ചോ? ആ, സ്പന്ദനം. ആശാനെ, ആശാനെ, സ്പന്ദനം. ഈ വീടിനകത്തൊരു 4 പേരുണ്ട്. ഓ, 3 പേർ ആയത്തിലുള്ള ഉറക്കത്തിലാണ്. ആഹാ, ഒരാൾക്ക് സുഖമില്ല. ഓഹോ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി താങ്കൾ? ഇതാണ് ഞാൻ പറഞ്ഞത്. വളരെ വ്യത്യസ്തയോടെയാണ്. ഇതുപോലെ നിന്നെ പോലെ നിരവധി ശിഷ്യന്മാർ എന്നിൽ നിന്നും ഇത് ആവാഹിച്ചെടുത്ത് ഇപ്പൊ വണ്ടിച്ചോറ് പോലെ നിരവധിയായി പരന്നെടുക്കുന്നു. ഓഹോ, ഞാനിതൊരു കലക്കും. മോനെ. എനിക്ക് ഈ ചോരശാസ്ത്രം മതി. ഞാൻ ഇതുകൊണ്ട് ജീവിക്കും. ആശാനെ, നമുക്ക് ഇതുകൊണ്ട് ജീവിക്കാം. വരൂ, പോകാം. ആ നീല വെളിച്ചത്തിലേക്ക് മാറാം. ആശാനെ, ആശാനെ, നമുക്കത് വിൽക്കാനേ. അത് സഫ ജ്വല്ലറി കൊടുക്കാം. ഓക്കേ. ഇന്നലത്തെ നമ്മുടെ ഓപ്പറേഷൻ വളരെ ഗംഭീരമായിരുന്നു. ശിക്ഷ വളരെ ഗംഭീരമായിരുന്നു. അതാണ് എനിക്കല്ലെങ്കിലും അറിയാം. ഞാൻ ഇറങ്ങി തിരിച്ച ഒരു പണിയും നാശാവില്ല. യെസ്. ഓവർ ചാടരുത് മകനെ. കാരണം ഇന്നലെ ഏതോ ഒരു പൊട്ടം പോലീസ് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ആ സ്റ്റേഷനുള്ളിൽ കടക്കാൻ നേരിടണം. എനിക്ക് ആ പോലീസിനെ ഇഷ്ടമില്ല. അയാൾ എന്നെ 1ാമത്തെ വട്ടം പൊക്കി, 2ാമത്തെ വട്ടം കട്ടിനടിയിൽ പൊക്കി, 3ാമത്തെ വട്ടം പോക്കും. അതെന്റെ ദിവസം ജോലിയാണ്. അതല്ല ആശാനെ. 3ാമത്തെ വട്ടം വിറകിന്റെ ഇടയിലാണ് എന്നെ പൊക്കിയത്. ഒരു പാമ്പതിയാണ് നടന്നു പോയി. നടന്നല്ല, ഇഴഞ്ഞു പോയി. എന്നിട്ടും ഞാൻ പേടിക്കാതെ അവിടെ നിന്നു. പക്ഷെ ആ പോലീസ് എന്നെ പൊക്കി. ശിഷ്യ, നീ ഒന്ന് ചിരിച്ചേ. ഈ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി ആരാണ് ഇവരെ പിടിക്കുക? ആരാ ഇവരെ പിടിക്കുക? ആശാനെ, ഞാൻ എത്ര ശിഷ്യന്മാരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും നിഷ്കളങ്കവും നിഷ്ക്രൂരവും ഇത്രയും സ്വാദിഷ്ടവും സോറി ആശാനെ, ആശാന്റെ ശിഷ്യനായതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. തീർച്ചയായും നിരവധി പേരിങ്ങനെ അഭിമാനിച്ച് സെൻട്രൽ ജയിലുകളിൽ കിടക്കുന്നുണ്ട്. ആശാനെ, എന്നെ കൊലക്ക് കൊടുക്കാനാണല്ലേ? അല്ല, ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല. നീ മാത്രമേ ഉള്ളൂ എന്റെ ഒരു അടിമ ഗുരുവായി. അടിമ ഗുരു. ഞാനാടാ ഗുരു. ആശാനെ, എനിക്ക് പണം വേണ്ട. എന്റെ വീട്ടിലെ ദാരിദ്ര്യം ഒന്ന് മാറിയാ മതി. നിനക്ക് പണമില്ലെങ്കിൽ എന്റെ കയ്യിലുള്ള വിദ്യകൾ നിനക്ക് ഞാൻ തരും. അതാണ് ആശ. വിദ്യകളൊക്കെ അതാണ് ആശ. പക്ഷെ തന്റെ തത്വചിന്തകളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് നീ പടികേറി വരാനുണ്ട്. ആശാനെ, ആ സ്പന്ദനം അത് ഞാൻ നിനക്ക് ഒരു വട്ടം കാണിച്ചു. അതല്ല, ഇനി കാണിക്കണ്ട. എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എടോ നിരവധി ശിക്ഷന്മാർ ഇന്ന് നമ്മളെ പാഠശാലയിലേക്ക് വരുന്നുണ്ട്. അവർക്കുള്ള എല്ലാ സാധനങ്ങളും അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെയുള്ള മറ്റു സാധനങ്ങളും എല്ലാം ഇന്ന് നിന്റെ ചെലവാണ്. കാരണം ഇന്നലത്തെ ആ മാല പവന് 1.5 ലക്ഷം. ഈ മോദി വന്നുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണ്. ആശാനെ, ഞാൻ ആ സ്പന്ദനം ഒന്ന് ട്രൈ ചെയ്യട്ടെ. ചെയ് മോനെ, ചെയ്. ഞാൻ ഒന്ന് കാണട്ടെ. എന്റെ ഗുരു
ഞാനുള്ള ഗുരു. ആശാനെ ആ, ശിഷ്യ, അതെങ്ങനെയാണ്? ആ ചുമര് ശിഷ്യ, സ്റ്റെപ്പ് 1. ആശാനെ ശിഷ്യ, ചെയ്യ്. ഇത് ഞാനൊരു കലക്ക് കല കൃത്യം എത്ര ആൾക്കാരുണ്ട്, എന്താണോ നടക്കുന്നത് കൃത്യം എനിക്ക് കിട്ടണം. ചെയ്യുമോ? ചെയ്യ്. ആശാൻ അത് മണക്കുകയാണോ അതോ അത് ആവാഹിച്ചെടുക്കുക എങ്ങനെയാണ് അത് ആശാനെ? എന്തെങ്കിലും ഒന്ന് ചെയ്യും മോനെ. ആശാനെ, ചെയ്യട്ടെ. ആ. ചെയ്യൂ ചെയ്യടാ. ആശാനെ. ആ. ആ, വല്ലാതെ സ്പന്ദിക്കണ്ട. എന്തായി? കിട്ടിയോ? ഇതിൽ ഈ വീട്ടിൽ ഒരാൾ ബെഡിൽ കിടക്കുന്നുണ്ട്. ആ, മതി മതി, അത്ര പറഞ്ഞാ മതി. അല്ല, ബാക്കി അത്ര പറഞ്ഞാ മതി. അതെല്ലാം ബാക്കി ഞാൻ ആവാഹിച്ചെടുത്തു. ഉണ്ട് വേറെ. നിരവധി കാലങ്ങളായല്ലോ ഞാൻ ആശാനെ, ഞാൻ മൊത്തം പറഞ്ഞ വിദ്യ ആശാനെ എനിക്ക് ആ പറയുന്ന ആദ്യത്തെ വിദ്യയാണ്. ബെഡിൽ കിടക്കുന്നുണ്ട്. ആ, വേറൊരാൾ ആ. ബാത്റൂമിൽ നിന്ന് തോർത്ത് തോളിലിട്ട് മന്ദം 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 ആ, ഓനപ്പം പോണ്ട. മന്ദം 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 നടന്നു വരുന്നുണ്ട് ആശാന്. പിന്നെ നിനക്ക് ആണെങ്കിൽ മന്ദം അന്നെ കൊണ്ടൊരു പരിപാടിക്ക് ഇറങ്ങിയ ഇജാകെ കൊളക്കണം. ആശാനെ അല്ലല്ല, ആ വീരാൻകുട്ടി കിടക്കും. ഹാ, എങ്ങനെയാണ് കൃത്യമായി ഒരു മാല മോഷ്ടിക്കുമ്പോ അതും വലിച്ച് ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്നും വലിച്ചു പൊട്ടിക്കണം. യെസ്, ഈ മാല എടുത്തോട്ടാ ഞാൻ സ്ത്രീ. ഞാൻ നടന്നോ? അയ്യടോ ശില്പായി പോയിടോ. മാറി അങ്ങോട്ട്. ദേ കിടക്കണ മത്തക പോലെ സാധനം മാറി. രാരി, രാരി. അയ്യോ, എന്റെ മാല, എന്റെ മാല. അയ്യോ, നാട്ടുകാരെ ഓടി വാ. നാട്ടുകാരെ, നാട്ടുകാരെ, എന്റെ മാല. മതി, 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 മതി. നാട്ടുകാരെ. മതി മതി, ഇങ്ങനെ പൊക്കാം. ഓക്കേ. ഇത് രീതി 1. ഇനി രീതി 2ലേക്ക് കിടക്കണമെങ്കിൽ അതിന് ഈ പ്രീമിയം മെമ്പറാണ്. പ്രീമിയം. ആ, കുറച്ചുകൂടി ഫണ്ടുകൾ എനിക്ക് തന്നാൽ പൈസ ലഭിക്കുന്നതോടുകൂടി ഞാൻ നിനക്ക് കൂടുതൽ വിദ്യകൾ ഇതുപോലത്തെ ഒരു 3 എണ്ണം കൂടി എന്റെ കിടപ്പുണ്ട്. ആശാനെ Yes. നോക്ക്. 1 2 3 4 5 ആ. 6 7 8 9 10 അങ്ങനെ ധാരാളം ഓട്ടോകളാ വലിയ. ഈ ദാരിദ്ര്യം കണ്ടിട്ട് ആശാൻ എങ്ങനെ എന്നോട് ടിപ്പ് ചോദിക്കാൻ മനസ്സ് വരും? ഇത് പുതച്ച്. ആശാനെ, ഇത് പുതച്ച്. എന്റെ ആശാൻ എനിക്കൊരു അയ്യോ അയ്യോ. എനിക്ക് നിരവധി ശിഷ്യന്മാരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ദരിദ്രനായ ശിഷ്യൻ, ഞാനൊരു കള്ളനാണ്. അതുകൊണ്ട് ഞാൻ കട്ടെടുത്ത സാധനം നിനക്കേ തരാം, എന്നാലും വേണ്ടില്ല. എന്റെ ഇതുപോലുള്ള സാധനങ്ങൾ ഇനി അണിയരുത് പ്ലീസ്. എന്റെ ദാരിദ്ര്യം മാറി. എന്റെ ദാരിദ്ര്യം, എന്റെ ആശാൻ. ആശാൻ, 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 ആശാനെ, ആ അവസാന വിദ്യ അന്ന് 18ാം കോളനിയിൽ 3ാം സ്ട്രീറ്റ് ആശാൻ ചെയ്ത ആ വിദ്യ. ആശാൻ 1 2 3 4 5 പോലീസുമാരെ വെട്ടിമാറ്റി. ഓ ആശാനെ, അതൊന്ന് ആശാനെ, ഈ വിദ്യ എനിക്ക് വേണം. ഈ വിദ്യ ഞാൻ പഠിച്ചിട്ടേ പോകും. മനോഹരമായ ദിനങ്ങളായിരുന്നു സ്വാമി. ബാബുസ്വാമി, ബാബുസ്വാമി. ആശാനെ, ഇതായിരുന്നു ഒന്നായിരിക്കും പരിപാടി. ആശാനെ, ഞാനിന്നവിടെ തെരുവിൽ അലഞ്ഞിട്ട് എത്ര ആൾക്കാരും കൃത്യം വരുന്നവരും. ആശാനെ, ഞാൻ ഇതൊന്ന് ചെയ്താലോ? എനിക്ക് ഈ വിദ്യ ഇഷ്ടമായി. 1 മിനിറ്റ്. ചെയ്. ബാബുസ്വാമി, ബാബുസ്വാമി, ബാബുസ്വാമി അല്ലേ? അതല്ലേ? ഒന്നും കൂടി ഒന്ന് വരട്ടടോ സ്വാമി. വരട്ടെ. സ്റ്റൈല് മാറ്റാം. ആ, ബാബു, എന്തേലും ബാബു നമ്പൂതിരി, ബാബു നമ്പൂതിരി. ബേൽപൂരി, മസാൽപൂരി, ബാൽപൂരി, മസാൽപൂരി, ബാബു നമ്പൂതിരി. പൈസ പൈസ, സിമന്റ് പൈസ. എടാ, എന്താണ് ചെയ്യണേ? ബാബു, ഒരിക്കലും എന്റെ ശിക്ഷണം വേറെ പുറത്തെവിടെയും പോയി പറയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സമൂഹത്തെ തന്നെ വൈദഗ്ധ്യം. ഞാൻ എന്തിനാണ് ഇത് കാണിച്ചത്? ഒരിക്കലും ഇങ്ങനെ എന്റെ ശിക്ഷന്മാരും ചെയ്യരുതെന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ ചെയ്ത് കക്കാനറിഞ്ഞു നമ്മുടെ ജീവിതത്തിനെ തന്നെ ഒരു ഭാഗമായി മാറാം. ദിവസേന 2 നേരം കക്കുക. രാവിലെ ഈ നമ്മുടെ മുതിർന്നവരെ വീട്ടിലേക്ക് രാത്രി പോകും. പ്രായമാവാത്ത ആൽഫ ബോയ്സ് ഉണ്ട്, ഇപ്പത്തെ ജനറേഷൻ. അവരൊരു 10 മണി വരെ കിടന്നുറങ്ങും. ആ നേരത്ത് അവർക്ക് ഒരു ബോധമുണ്ടാവില്ല. വീട്ടിൽ പോവാ, വാണ്ടത് എടുക്കുക, പോരും. ആ ടൈമിൽ നമ്മുടെ വീടാണത്.
ഓക്കെ, എനിക്ക് ഇനിയും വിദ്യകൾ ആവശ്യമുണ്ട്. അതുപോലെ നീ നിരവധി ചെയ്യണം. അപ്പോ ഇനി നീ പ്രീമിയം മെമ്പറായിട്ട് ഓക്കേ. വന്നാൽ എല്ലാ വിദ്യകളും ഞാൻ പറഞ്ഞു. ആശാനെ, ഈ ആശാൻ, നിന്റെ ആശാൻ, എന്റെ ആശാൻ, പുലർച്ചെയുള്ള വിദ്യ അതും കൂടി എനിക്കൊന്ന്. നിരവധി എവിടെ? നിരവധി തവണ ഇനി ഞാൻ ചെയ്ത് കാണിച്ചു തരില്ല. ഒന്ന് പറയില്ല ആശാനെ. ഇങ്ങനെ എടോ തപസ്സിരിക്കണം ആശാനെ. എന്താണോ, എന്ത് അരാജകത്വമാണ് താങ്കൾ ഈ കാണിക്കുന്നത്? നീക്ക് ആശാനെ കഴിഞ്ഞില്ല. മതി. എന്താണ് ചെയ്യുന്നത്? ഇവിടെ മുഴുവൻ സ്വർണ്ണമാക്കിയ വയ്ക്കാലോ. ഇത് തൊട്ടാൽ കണ്ണിന് വെളിച്ചമുണ്ടാവുന്നല്ലേ ആശാ പറഞ്ഞത്. തരൂ തരൂ. ആശാനെ, പണമുണ്ടാവും, വെളിച്ചം ഒരു വിദ്യയാണോ? അതെ. ഇനി ബാക്കി വിദ്യകൾ ഞാൻ നീ പ്രീമിയം മെമ്പറായിട്ട് പറഞ്ഞത്. ആ, തൽക്കാലം നീ പോര്. മതി. ഓക്കെ. ഇന്നത്തത് കഴിഞ്ഞു. ആശാനെ.